ചെയ്യുന്നുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആയുസ് കുറയുമെന്നാണ്. ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ? ഹറാമായ പണം ഈ തളങ്കരയിലെ ഏത് വീടിനകത്തുണ്ടോ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഹറാം വീടിനകത്ത് സൂക്ഷിക്കരുത് സഹോദരാ, അത് വീടിനകത്ത് കേറ്റുക പോലും ചെയ്യരുതല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണുകയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പെണ്ണുങ്ങളോട് സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ സഹാബി വനിതകൾ വിചാരിച്ചു, ഞാനായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന് വഴിയിലൂടെ നടന്നു പോകുന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. റബ്ബേ, പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാ. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന നന്മ എന്താണ്? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് പോലെ നിസ്കരിക്കും, ഖുർആൻ ഓതും, സദഖ കൊടുക്കും, ദിക്റുകൾ പറയും, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇവര് പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യുമല്ലോ. നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് വിറക് വെട്ടുകാരന്റെ ഭാര്യ പറയുകയാ, ഞാൻ എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി മഴുവെടുത്തുകൊണ്ട് വീടിന്റെ പുറത്തിറങ്ങുമ്പോ, രാവിലെ ജോലിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ പെണ്ണ് കൂടെ പോവുകയാ. ജോലിക്ക് ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇച്ചാ ഹറാമായ പണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, നരകത്തിൽ പോകാൻ പേടിയാ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ.